ഹായ് കൂട്ടുകാരെ, നമുക്ക് 4 മണിക്ക് ഒരു ടീ കുടിച്ചാലോ? അതും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ടീ. ഒരു ബ്ലൂ ടീയും ഒരു വയലറ്റ് ടീയും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കുറേ ആൾക്കാർക്കെങ്കിലും അറിയാമല്ലേ? ഇത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ്. ഇത് ഏറ്റവും നല്ലൊരു ചായയാണ്. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും അതുപോലെ പ്രമേഹം നിയന്ത്രിക്കുവാനും അതുപോലെ നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും ഉത്കണ്ഠ കുറയ്ക്കുവാനും അതുപോലെ ചർമ്മത്തിനും മുടിക്കും ഒക്കെ ഒരുപാട് നല്ലതാണെന്നാണ് പറയുന്നത്. ഈ ശംഖുപുഷ്പം രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് കുടിച്ചാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും അതുപോലെ നമ്മുടെ 2 തരം പ്രമേഹത്തെ തടയാനും സഹായിക്കുന്നതാണ് പറയുന്നത്. ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ പ്രമേഹ രോഗികളിൽ കാണുന്ന അണുബാധ തടയുവാനും ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഈ ശംഖുപുഷ്പത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളൊക്കെ അകറ്റാനും അതുപോലെ ശരീരഭാരം കുറയ്ക്കുവാനും പ്രത്യേകിച്ച് നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പ് മാറ്റുവാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ശംഖുപുഷ്പം എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കോളൂ. ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് വെച്ചത്. 2 തരത്തിൽ ഉണ്ടാക്കാനായിട്ട് വെള്ളം വെച്ച് തിളച്ച് കഴിയുമ്പോൾ ആ തീ ഓഫാക്കുക. ഓഫാക്കിയിട്ട് ഈ പൂവ് ഇട്ട് കൊടുത്ത് 2 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 പൂവേ എടുത്തിട്ടുള്ളൂ. പൂവൊന്ന് അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക, വല്ല പ്രാണികളോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. 1 മിനിറ്റ് അടച്ചു വെക്കുക. അടച്ചു വെച്ചിരുന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത് നാരങ്ങാനീരോ തേനും ഒക്കെ ചേർത്ത് കുടിക്കാം. ഇല്ല എങ്കിൽ വെറുതെ വേണമെങ്കിൽ നമുക്കിങ്ങനെ നീല കളറിൽ അങ്ങനെയേ കുടിക്കാം. നമുക്ക് വെറുതെ വെള്ളം തിളപ്പിച്ച് കുടിക്കുമല്ലോ, അങ്ങനെയും ഒരു ശംഖുപുഷ്പമൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കുടിക്കുന്നത് നല്ലതാണ്. ഇല്ല എങ്കിൽ നമ്മൾ രാവിലെയും വൈകിട്ടും ചായയ്ക്ക് പകരമായിട്ട് ഓരോ ഗ്ലാസ് കുടിക്കുക. എല്ലാവർക്കും രോഗങ്ങളില്ലാത്ത ഒരു ജീവിതമുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.